ധന്യ, ഈ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ വലിയ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഖത്തർ പ്ലാൻ ചെയ്തിരുന്നു. ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സമ്മേളനം ചേരാനാണ്. ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും, വേണമെങ്കിൽ തിരിച്ചടിക്കും എന്ന മട്ടാണ് ഖത്തർ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, പോയ വഴിയെ മറ്റേ കിരീടം സിനിമയിൽ ജഗതിയില്ല, അല്ലെങ്കിൽ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് മടങ്ങി പോകുമല്ലോ എന്ന് പറഞ്ഞാൽ ആ സമ്മേളനം തന്നെ ഇപ്പൊ നീട്ടി വെച്ചേക്കാണ്. എന്താണ് ഉണ്ടായത്? ഇസ്ലാമിക് ഉച്ചകോടി, അതായത് ഈ പിന്നെ ആക്രമിച്ചത് ഹമാസിനെ ആണെങ്കിലും കൊണ്ടത് ഞങ്ങൾക്കാണ് എന്നാണ് ഇസ്ലാമിക് രാജ്യങ്ങൾ മുഴുവൻ പറയുന്നത് എന്നാണ് പൊതുവെ പറഞ്ഞു വരുത്തുന്നത്. അപ്പം അതുകൊണ്ട് അവർ മുഴുവൻ ഈ ഒരു അതിശോചനം അറിയിക്കാനും അല്ലെങ്കിൽ ഇനി ഇസ്രായേലിനെതിരെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ഒരു ഉച്ചകോടി, ഇസ്ലാമിക് ഉച്ചകോടി, ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ചേർന്ന് ഒരു ഉച്ചകോടി തയ്യാറാക്കി. ഈ വരുന്ന ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ഇത് ഉച്ചകോടി നടത്താനായിരുന്നത്. ഇതിനിടയ്ക്കാണ് ഇസ്രായേൽ അംബാസിഡർ, UN-ലെ ഇസ്രായേൽ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ ഡാനോൺ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഡാനി ഡാനോൺ, അദ്ദേഹം പറയുന്നത് ഈ ആക്രമണം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ദോഹയെ ഞങ്ങൾ ഒരിക്കലും സംരക്ഷിക്കില്ല. ഹമാസ് മേധാവികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദോഹയെ ആക്രമിച്ചത്, അതിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ഭീകരർക്ക് ലോകത്തിൽ ഒരിടത്തും അഭയസ്ഥാനം ഉണ്ടാകില്ല. അതിപ്പോൾ ടെഹ്റാനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും ദോഹയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഭീകരർക്ക് അഭയസ്ഥാനം എവിടെയൊക്കെ കൊടുക്കുന്നു അവിടെയൊക്കെ ഞങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും. അതിൽ ഇനി ഏതൊക്കെ ആളുകൾ ഒന്നിച്ചു കൂടിയാലും തമ്പടിച്ചാലും പുതിയ തീരുമാനങ്ങൾ എടുത്താലും ഞങ്ങൾക്കിതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളിതിൽ തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കും, അതിൽ ഒരു സംശയവുമില്ല എന്നാണ് ഡാനിയോൺ, അതായത് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ അറബ് രാജ്യങ്ങളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതായത് എവിടെ ഭീകരർ ഒളിച്ചാലും അവരവിടെ പോയി ജൂതർ വക വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ജൂതരെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉച്ചകോടി റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൃത്യമായ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അറബ് രാജ്യങ്ങൾ പറയുന്നത് ഞങ്ങളിപ്പോൾ തൽക്കാലം പിന്നെ അനുശോചന യോഗമൊക്കെ കൂടി അങ്ങ് പിരിയാം. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു, പ്രേമലാലേട്ടൻ തന്നെ ഒരു വാർത്തയിൽ പറഞ്ഞു പലസ്തീനിന് വേണ്ട എന്നുള്ള കടുത്ത നിലപാട് പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്നു. ഭീകരരെ വകവരുത്തുമെന്ന് ഇസ്രായേൽ അംബാസിഡർ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നിലത്തിക്കൊണ്ട് ഇനിയും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ഭയം അറബ് രാജ്യങ്ങൾക്ക് മുഴുവനുണ്ട്. അതായത് ഈ പിന്നെ ഭീകരരെ ഒളിപ്പിച്ചു വെക്കുന്ന അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒന്നടങ്കം ഭയപ്പാടിൽ എന്നാണ് പറയുന്നത്. കാരണം ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇനി ഇസ്രായേൽ ആക്രമണം നടത്താൻ പോകുന്നത്, പ്രത്യേകിച്ച് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഈ 3 ഭീകര സംഘടനകളും പല അറബ് രാജ്യങ്ങളിലാണ് കൊടികുത്തി വാഴുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥലത്ത് പോയി, അതായത് കഴിഞ്ഞ ദിവസം ആരാ പറയുന്നുണ്ട്, സൗദിക്ക് മുകളിലൂടെയാണ് ഡ്രോണുകൾ പറന്ന് ദോഹയിലെത്തിയതെന്ന്. അപ്പം അത്രമാത്രം ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും ഭയമില്ല, നിങ്ങൾ ഭീകരരെ ഒളിപ്പിച്ചാൽ ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ തുരത്തും എന്നുള്ള കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ നേരത്തെ ഈ പിന്നെ ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് അടിയന്തര, അതായത് ഇസ്ലാമിക ആക്രമണത്തിന് മറുപടി നൽകാൻ അറബ് ഇസ്ലാമിക ഉച്ചകോടി വിളിച്ചു ചേർത്തിരുന്ന ഖത്തർ, ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഈ രീതിയിൽ പിന്നെ ഖത്തറിനെതിരെ ഒരു ആക്രമണം നടത്തിയതെന്നും അതിനെതിരെ കൃത്യമായ പ്രതികരണം നടത്തുമെന്നും പ്രതികാരം ചെയ്യുമെന്നും ഉച്ചകോടിയിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഖത്തർ പറഞ്ഞത്. ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാകും ഉച്ചകോടി നടക്കുക എന്നാണ് പറയുന്നത്. അതായത് പ്രാദേശിക തലത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകണം തങ്ങൾ, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ എസ്ഐയുടെ അത്രയും പേരുള്ള ഒരു നേതാവുണ്ടല്ലോ അദ്ദേഹം പറയുന്നത്, അൽത്താനി പറയുന്നത്. അപ്പോൾ മേഖലയിലെ തങ്ങളുടെ മറ്റു പങ്കാളികളുമായി അക്രമത്തെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഖത്തറിന് നേരെ നടത്തിയ അക്രമത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ശക്തമായ മറുപടി ഞങ്ങൾ നൽകും. ഭീകരർക്കെതിരെ നിങ്ങൾ നീങ്ങിക്കുക, പക്ഷെ ഒരു ഭരണകൂടത്തിനെതിരെയാണ് നിങ്ങൾ ഇപ്പോൾ നീങ്ങിയത്. വിശ്വസ്തതയുള്ള പക്ഷപാതമില്ലാത്ത മധ്യസ്ഥൻ എന്ന റോളിൽ തങ്ങൾ തുടരും, അതിലൊരു മാറ്റവുമില്ല.
ഹമാസ് നേതാക്കളെ വധിക്കണമെന്ന പേരിൽ ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേൽ നടപടിക്ക് ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഭയപ്പെടുത്തണ്ട, ഒരു തരത്തിലുള്ള ഭയപ്പെടൽ ഇങ്ങോട്ട് വേണ്ട, കാലാകാലങ്ങളായി ഞങ്ങൾ യുദ്ധം അതിജീവിച്ച് വരുന്നവരാണ്, അവിടുത്തെ സ്ത്രീകൾ പോലും തോക്കുകൾ കൊണ്ടാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അത്രമാത്രം യുദ്ധം മാത്രം രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ കണ്ട് വളരുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ജനതയെ നിങ്ങളിങ്ങനെ കൂട്ടം കൂടിയിട്ട് എന്താ ചെയ്യുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്താനൊന്നും നിൽക്കണ്ട, ഞങ്ങൾ ഭയപ്പെടില്ല. അങ്ങനെ ജൂതന്മാരെ ഭയന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇസ്ലാമിക് ഉച്ചകോടി അവർ റദ്ദാക്കി. അതായത് ഒരുമിച്ച് കൂടിയാൽ എവിടെ കൂടെയാണ് ആക്രമണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒറ്റയടിക്ക് എല്ലാം തീരുന്നതിനേക്കാൾ ഭേദം അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നിട്ട് വല്ല ഫോണിൽ കൂടി സംഭാഷണങ്ങൾ നടത്താം, എന്നിട്ട് ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു അനുശോചന യോഗവും നടത്താം. അത് മതി, അതോടുകൂടി പരിപാടി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാം. അതാണ് തൽക്കാലം നല്ലത്. അല്ലെങ്കിൽ ഇസ്രായേൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഖത്തറിനെതിരെ ഇത്തരത്തിൽ ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി നൽകണം. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഖത്തറിനെതിരെ അല്ല, അതാദ്യം മനസ്സിലാക്കുക. ഖത്തറിനെതിരെ അല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് ഹമാസിനെതിരെയും ഭീകരർക്കെതിരെയുമാണ്. ആ നിലപാട് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അത് അവർ ടെഹ്റാനിൽ പോയി ഒളിച്ചാലോ ദോഹയിൽ പോയി ഒളിച്ചാലോ പാകിസ്ഥാനിൽ പോയി ഒളിച്ചാലോ ഇനി ലോകത്തിൻ്റെ മറ്റേത് രാജ്യങ്ങളിൽ പോയി ഒളിച്ചാലോ അവിടെ പോയി തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ ഇവരെ തീർത്തും ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഇസ്രായേലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇസ്രായേൽ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നിലനിൽപ്പിനുള്ള പോരാട്ടം അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ജനതയ്ക്ക് സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകണം. കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നുണ്ട് ഇസ്രായേലിനെ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി അടക്കമുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ ഈജിപ്റ്റ് പറയുന്നു ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഹമാസിനെയോ മറ്റേ ഹിസ്ബുള്ളയോ ഹൂത്തികളെയോ തൊട്ടാൽ ഇസ്രായേലിനെ ഞങ്ങൾ വച്ചേക്കില്ല എന്ന് ഈജിപ്റ്റ് പറയുന്നു. അപ്പോൾ ഈ ഭീകരവാദികളെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന കുറേ രാജ്യങ്ങൾ. അപ്പോൾ ആ രാജ്യങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമിക ഉച്ചകോടിയൊക്കെ കൂടിക്കോ, ആ കൂടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ അതിൽ ഇസ്രായേലിനെതിരെ ഒരു നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചാൽ അതിനെതിരെ ഞങ്ങൾ കൃത്യമായി പോരാടുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവും വേണ്ട എന്നുള്ള കൃത്യമായ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഖത്തർ പറയുന്നത് ഖത്തർ ഏറ്റവും മധ്യസ്ഥത വഹിക്കുന്ന വിശ്വാസമുള്ള ഒരു രാജ്യമായിരുന്നു. ഭീകരവാദികളെ അവിടെ വാഴിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷേ 2012 മുതൽ ഹമാസ് ഇവിടെ വന്ന് കൂടുന്നു. അപ്പോൾ അമേരിക്ക പറയുന്നു അവരെ ഒന്ന് സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് നിർത്ത്, നമുക്ക് മധ്യസ്ഥത വഹിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ദോഹയാണ്, അപ്പോൾ ദോഹയിൽ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചു ഇനി ഒരു മധ്യസ്ഥതയും വേണ്ട, ഇവന്മാരെ മുച്ചൂടും മുടിക്കുക, അതിനപ്പുറമുള്ള മധ്യസ്ഥതയൊക്കെ മതി ഇനി എന്നുള്ളത്. ആ ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചപ്പോൾ അറബ് രാജ്യം ഒന്നടങ്കം ഭയന്ന് വിറയ്ക്കുകയാണ്. ജൂതന്മാരെ ഭയന്ന് ഇസ്ലാമിസ്റ്റുകൾ ഓടിത്തള്ളുകയാണ്.